പാകിസ്ഥാനിൽ അധികാര പോരാട്ടം തുടങ്ങിയിരിക്കുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മുനീറാണ് നിലവിൽ പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫ് ഉണ്ടെങ്കിലും ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള കിംവദന്തി ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ വിളിക്കുന്നതിന് പകരം മുനീറിനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച് അത്താഴ വിരുന്ന് ഒരുക്കുന്നത്. മുനീറിനെയാണ് വിളിച്ച് പല പല നയപരമായിട്ടുള്ള കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ മുനീർ സ്ഥാനമേറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഷഹബാസ് ഷെരീഫ് രാജ്യം വിടുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ പാകിസ്ഥാൻ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ അസീം മുനീർ കരസേനാ മേധാവി എന്ന നിലയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രതിരോധ മേധാവി എന്ന പദവിക്ക് അവകാശവാദം ഉന്നയിച്ച് പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അധികാര പോരാട്ടത്തെക്കുറിച്ച് മുൻ സൈനിക മേധാവി ആദിൽ രാജ വിവരങ്ങൾ നൽകിയിരുന്നതായി നവഭാരത് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബ സിദ്ദു മുനീറിനെ എതിർത്തതിനു പുറമെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സ്ഥാനവും ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ആദിൽ രാജ പറയുന്നു. ഇതിനായി അദ്ദേഹം മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ കണ്ടു. യുദ്ധസമയത്ത് വ്യോമസേന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ നവാസ് ഷെരീഫും അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു. മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചു. ആ സമയത്ത് കരസേന പേരിന് മാത്രമേ പങ്കുവഹിച്ചിട്ടുള്ളൂ. അതിനാൽ ആ സ്ഥാനം, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എനിക്ക് നൽകണമെന്ന് സഹീർ അഹമ്മദ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മുനീറിനെ പിടിച്ച് പുറത്താക്കാനുള്ള ഷഹബാസ് ഷെരീഫിന്റെ കുടില തന്ത്രമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമോ തർക്കമോ വേണ്ട. സഹീർ അഹമ്മദിന്റെ അവകാശവാദം അംഗീകരിക്കാൻ നവാസ് ഷെരീഫിന് തന്റെ ഇളയ സഹോദരൻ ഷഹബാസ് ഷെരീഫിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് ഇനി കണ്ടറിയണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രശ്നം, അങ്ങനെ ചെയ്യുന്നത് ഭരണഘടനാ നിയമവും ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ്. കഴിഞ്ഞ മാസം മാത്രമാണ് ഭരണഘടനാ നിയമം ഭേദഗതി ചെയ്തത്. 4 സ്റ്റാർ ജനറൽ അസീം മുനീറിനെ ഔദ്യോഗികമായി ഫീൽഡ് മാർഷലായി പ്രഖ്യാപിക്കുകയും 5 സ്റ്റാർ ജനറൽ ആവുകയും ചെയ്തു. അദ്ദേഹത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിച്ചു. സൈന്യത്തിന്റെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റ് സർദാരിയുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതിനാൽ സഹീർ അഹമ്മദിന് ആ സ്ഥാനം ലഭിക്കാൻ സാധ്യത കുറവാണെന്നാൽ പാകിസ്ഥാനിൽ ഒരു അധികാര പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.